കോട്ടയം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് മുതൽ പള്ളിപ്പുറത്തുകാവ് വരെ ഓട്ടോ ചാർജ് 100 രൂപ. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ കോട്ടയം ബി.ജെ.പി മണ്ഡലം പ്രസിഡന്റ് വി.പി മുകേഷിനോട് ഈയൊരു അല്ലെങ്കിൽ അമിത കൂലി ആവശ്യപ്പെട്ടത്. എന്തായാലും നിയമപരമായി തന്നെ മുമ്പോട്ട് പോകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. വി.പി മുകേഷ് തന്നെ ഇപ്പോൾ ജാഗ്രത ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇന്നലെ അതായത് തിങ്കളാഴ്ച വെളുപ്പിനെ ഏകദേശം ഒരു മണിയോടുകൂടി 1:05 കൂടിയാണ് ഞാൻ കൊല്ലത്ത് കുടുംബക്കാരോടൊപ്പം ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പോയ വണ്ടിയിലെ ഡ്രൈവർ തെങ്ങണ സ്വദേശി ആയതുകൊണ്ട് ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി അവിടുന്ന് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കയറി കോട്ടയത്ത് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ വരികയും ആ കോട്ടയത്ത് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് തന്നെ അവിടെ പ്രവർത്തിക്കുന്ന തട്ടുകടയുടെ സമയപ്രദേശമാണ് ഓട്ടോയിൽ. നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം കിടന്ന ഓട്ടോയിൽ തന്നെയാണ് ഞാൻ കയറാൻ ശ്രമിച്ചത്. ചെന്ന് കയറി ഞാൻ വന്ന ഉടനെ പറഞ്ഞത്, ചേട്ടാ എന്നെ പള്ളിപ്പുറത്താവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള ബി.ജെ.പി ഓഫീസിലോട്ടൊന്ന് വിടണം. അപ്പം കയറുന്നതിന് മുമ്പ് തന്നെ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് 100 രൂപ കൂലിയാകുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ആ വണ്ടിയിലോട്ട് വെച്ച കാല് പുറത്തോട്ട് എടുത്തുകൊണ്ട് ചോദിച്ചു, ചേട്ടാ 100 രൂപ അധിക കൂലി അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, രാത്രിയിൽ ഞങ്ങൾ ഓടുന്ന കൂലി ഇതാണ്, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടിയിൽ കയറിയാൽ മതി എന്ന് പറയുകയും ഞാൻ വീണ്ടും അവരോട് വളരെ മാന്യമായിട്ട്, എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ വളരെ മാന്യമായിട്ട് സംസാരിച്ചു, ചേട്ടാ 1/2 കിലോമീറ്റർ പോലും ഇല്ലാത്ത ദൂരത്തിന് 100 രൂപ നിങ്ങൾ ചോദിച്ചാൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഓട്ടോ കൂലി പറഞ്ഞ ഓട്ടോ ഡ്രൈവറോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ അവർ ഓട്ടോക്കാർ എല്ലാവരും നമ്മൾ ഈ സിനിമയിൽ ഈ ഓട്ടോ കൊച്ചി രാജാവ് സിനിമ ഒക്കെ കാണുന്ന പോലെ തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ എല്ലാവരും ഓടി വരുന്നെന്ന് പറയുന്ന പോലെ തന്നെ അവരൊരു 2-ലധികം ആൾക്കാർ, മൊത്തം ഈ ഡ്രൈവറെ കൂടെ കൂട്ടി 3 പേര് വന്നിട്ട് നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ കയറിയാൽ മതി, 100 രൂപ ആണ് ഞങ്ങളുടെ കൂലി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വണ്ടിയിൽ കയറാതെ നടന്നാണ് എൻ്റെ ബൈക്ക് ഇരിക്കുന്ന കോടിമത പള്ളിപ്പുറത്ത് ക്ഷേത്ര സമീപത്തുള്ള ബി.ജെ.പി ഓഫീസിലെത്തിയത്. ഞാൻ നടന്നിട്ട്, അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ നടന്നിട്ട് പോലും 6 മിനിറ്റാണ് ആകപ്പാടെ സമയം ചെലവഴിച്ചത്, നടക്കാൻ പോലും. അങ്ങനെയുള്ള ആ ഒരു ദൂരം ഏതാണ്ട് 600 മീറ്റർ മാത്രമേ ഉള്ളൂ കെ.എസ്.ആർ.ടി.സിയിൽ നിന്നും പള്ളിപ്പുറത്താവ് ക്ഷേത്രത്തിന് സമീപം വരെ. ആ 600 മീറ്റർ പോകുന്നതിന് നമ്മുടെ നിയമം അനുസരിച്ച് മിനിമം ചാർജ് 30 രൂപ ആണ്. 30-ന് ഇരട്ടിയായിട്ട് 60 രൂപ വാങ്ങിയാലും, ഇനി പോട്ടെ 40 രൂപയ്ക്ക് ഇരട്ടിയായിട്ട് 80 രൂപ വാങ്ങിയാലും നമുക്ക് കുറ്റമില്ല. അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനല്ല. എന്നിരുന്നാലും രാത്രിയിൽ ഓടുന്നതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കാൻ തയ്യാറാകാം. പക്ഷെങ്കിൽ ഒരിടത്തുമില്ലാത്ത രീതിയിൽ 100 രൂപ കൂലി ചോദിച്ചപ്പോൾ ഞാനതിനെ പ്രതികരിച്ചു. ആ പ്രതികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൂട്ടമായിട്ട് സംഘം ചേർന്ന് ചീത്ത വിളിക്കുകയും ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നെപ്പോലെയുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ട് പല പല ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ അത് നമുക്ക് വളരെയധികം പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചു. അപ്പോൾ ആ ഓട്ടോയെ കയറാതെ ഞാൻ തിരിച്ച് നടന്നു വന്ന സമയം പോലും ഓട്ടോയിൽ വന്നാൽ എടുക്കത്തില്ല എന്നുള്ള കാര്യം എനിക്കും ആ ഓട്ടോ ഡ്രൈവർക്ക് അറിയാം. ഇനി മറ്റൊരു കാര്യം, കെ.എസ്.ആർ.ടി.സിയുടെ വാതയ്ക്ക് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്നത് കെ.എസ്.ആർ.ടി.സി ബസ് ഇറങ്ങി ഇടതുവശത്താണ് ഓട്ടോ സ്റ്റാൻഡ്. നിയമപരമായിട്ട് അംഗീകരിച്ച യൂണിയൻകാർ മുഴുവൻ അംഗീകരിച്ചത് RTO ഓഫീസിൽ നിന്ന് അംഗീകരിച്ച സ്റ്റാൻഡ് ഇടതുവശത്താണ്. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇന്ത്യൻ ട്രാഫിക് നിയമം അനുസരിച്ച് 24 മണിക്കൂറും ട്രാഫിക് നിയമം ബാധകമാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെങ്കിൽ 8 മണിക്ക് ശേഷം അല്ല 9 മണിക്ക് ശേഷം കേരളത്തിലെ വിശിഷ്യ കോട്ടയത്തെ മുഴുവൻ ആൾക്കാർ, ഇരുചക്ര വാഹനമാണെങ്കിലും ഓട്ടോക്കാരാണെങ്കിലും ആരാണെങ്കിലും വൺ വേ തെറ്റിച്ച് വാഹനം ഓടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളിടത്തോളം കാലം ഈ പറയുന്നത് ഒരു നിസ്സാര സമയം കൊണ്ട്, എനിക്ക് തോന്നുന്നു കേവലം ഒരു 3 മിനിറ്റ് കൊണ്ടതിൽ എത്തിപ്പറ്റാൻ പറ്റുന്ന സാഹചര്യത്തിനെയാണ് ഇവരെന്നെ എതിർത്തത്. എന്നിരുന്നാലും മറ്റൊരു കാര്യം, ഈ വാഹനം ഓടിക്കുന്നവർ കാക്കി ധരിക്കണം. പ്രത്യേകിച്ച് ഓട്ടോക്കാരെ സംബന്ധിച്ചോളം കാക്കി ധരിക്കണം. അതാണ് അവരുടെ യൂണിഫോം, ഐഡന്റിറ്റിയാണ്. ആ കാക്കി ഇല്ലാതെ നമ്മൾ എങ്ങനെയൊന്ന് വിശ്വസിക്കും ഇത് ഓട്ടോക്കാരൻ തന്നെയാണോ? ഈ ഓട്ടോ ഓടിക്കുന്നതിൻ്റെ മറവിൽ മറ്റ് ദുഷ്പ്രവർത്തികൾ നടത്തുന്നുണ്ടോ, നടക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്നെപ്പോലുള്ള ഒരു പൊതുപ്രവർത്തകരായിട്ടുള്ളവർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മുൻകാലങ്ങളിലെ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ പലവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് സ്വയമേ ഒരു അനുഭവം ഇതുപോലെ വന്നപ്പോഴാണ് ഇതിൻ്റെ തീവ്രത മനസ്സിലാക്കിയത്. അപ്പം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ചേട്ടാ കൂടുതൽ കൂലി ചോദിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു സുഖവും ലാഭവും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ലാഭം പണത്തിൻ്റെ പേരിൽ കിട്ടുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ പ്രാക്ക് മേടിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ഓട്ടോക്കാരൻ കാരണം മറ്റുള്ള ഓട്ടോക്കാരെല്ലാം ഉണ്ടാക്കുന്നത്. വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് നിരവധി സുഹൃത്തുക്കൾ, എൻ്റെ പ്രായമുള്ളവർ, എന്നെക്കാട്ടിൽ ചെറുപ്പക്കാർ, എന്നെക്കാട്ടിൽ പ്രായം കൂടി, അങ്ങനെ വിവിധ പ്രായത്തിലുള്ള ഒരുപാട് ഓട്ടോക്കാർ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ഓട്ടോ ഓടിച്ച് ഉപജീവനമാർഗം നടത്തുന്ന എല്ലാവരോടും വളരെയധികം സ്നേഹവും ബഹുമാനവും കരുതലും നൽകുന്ന ആളാണ് ഞാൻ. അതിലെല്ലാം ഉപരി ഒരു 1000 പേർക്കിടയ്ക്ക് ഇതുപോലെ
ഇതുപോലെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ ബാക്കി വരുന്ന മുഴുവൻ ആൾക്കാർക്കും ഈ ഒരു പ്രവൃത്തി വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പലവര് ചെയ്യുന്ന നല്ല പ്രവൃത്തി ഇതുപോലെ ഒരാൾ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയിലൂടെ ഓട്ടോക്കാരായിട്ടുള്ള സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ കോട്ടയത്ത് ഒരിക്കൽ പോലും അനുവദനീയമല്ല. ഇതിൽ ഒരു എന്താ പറയുന്നത്, പൊതുജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം, പ്രിയപ്പെട്ട ജാഗ്രത ന്യൂസ് വായനക്കാരുടെ മുന്നിൽ ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു വാർത്തയായിട്ട് പ്രചരിപ്പിച്ചു. നിരവധി ആൾക്കാർ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതും അതോടൊപ്പം തന്നെ ജാഗ്രത ന്യൂസ് എനിക്ക് ഉണ്ടായ ദുരനുഭവത്തിൽ ഒരു എന്താ പറയുക, എൻ്റെ ഒരു പ്രതിഷേധം പൊതുജനങ്ങളുടെ പ്രതിഷേധമാണെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾ അവതരിപ്പിച്ച വാർത്ത, ജാഗ്രത ന്യൂസ് അവതരിപ്പിച്ച വാർത്ത വന്നതിന് ശേഷവും ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഈ നമ്മൾ ഈ ബൈറ്റ് എടുക്കുന്ന സമയം വരെ എനിക്ക് നിരവധി ആൾക്കാർ പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട്, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, നല്ല നല്ല ഉദ്യോഗസ്ഥരുണ്ട്, സാധാരണക്കാരുണ്ട്. അതായത് ലോട്ടറി കച്ചവടം ചെയ്യുന്നത് തൊട്ട് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ വരെ എനിക്ക് പിന്തുണയായിട്ട് വന്നിട്ട് എല്ലാവരും, പ്രത്യേകിച്ച് ഞാനൊക്കെ താമസിക്കുന്നത് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലാണ്. 8:50 ശേഷം അല്ലെ മാക്സിമം 9 മണിക്ക് ശേഷം തിരുവാറപ്പൂർ റൂട്ടിലോട്ട് ബസ്സില്ല. അപ്പം ഞാൻ താമസിക്കുന്നത് കോട്ടയത്തിന് പടിഞ്ഞാറ് പ്രദേശമായിട്ടുള്ള വേളൂര് ഇളമ്പള്ളിപ്പാലത്തിന് സമീപമാണ്. അങ്ങോട്ടൊന്നും ബസ്സില്ല. പകൽ പോലും അങ്ങോട്ട് പോകാൻ വേണ്ടി 120 രൂപയാണ് കൂലിയാകുന്നത്. 3.5 കിലോമീറ്റർ ഉണ്ട്. ഈ 120 നമ്മൾ മാനുഷിക പരിഗണന വെച്ച് 150 കൊടുത്താലും മേടിക്കാത്ത ഓട്ടോക്കാരുണ്ട്. അനുഭവമുണ്ട്. പല പ്രാവശ്യം ഈ ഓരോ സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ബൈക്ക് എടുക്കാൻ പോകുന്ന സാഹചര്യങ്ങളിലും മറ്റു വാഹനങ്ങളില്ലാത്ത സാഹചര്യങ്ങളിലും ഇതെനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ കാണിക്കുന്ന നല്ല ഓട്ടോക്കാർക്കെതിരാണ് ഇത്തരം ചില പ്രവൃത്തികൾ കാണിക്കുന്ന ചില വ്യക്തികൾ, എല്ലാവരെയും നമ്മൾ അടിച്ചാക്ഷേപിക്കുന്നില്ല, ചില വ്യക്തികൾ. അതിൽ എനിക്ക് തോന്നുന്നു സംഘം ചേർന്ന് കോട്ടയത്തെ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം കോട്ടയം KSRTCയിലുള്ള ഈ ഓട്ടോക്കാരെ പറ്റി എനിക്ക് തോന്നുന്നു ആരും ഇതുവരെ നല്ലത് എന്നെ ഫോണിൽ വിളിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ന്യൂസ് തന്നെ നോക്കിയാൽ കാണാം, അതിൻ്റെ അടിയിൽ തന്നെ വരുന്ന കമൻറ്റുകൾ കാണാം. കോട്ടയം KSRTCയിലുള്ളത് ഡ്രൈവർമാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഗുണ്ടായിസം കാണുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഗുണ്ടായിസം ആരുടെ ഒരിക്കലാണ് കാണിക്കുന്നത്? നാട്ടിൽ ചോദിക്കാനും പറയാനും നിയമ സംവിധാനം ഉള്ളതിനെ വെല്ലുവിളിക്കുകയാണ്. ഇവർക്ക് ഒത്താശ ചെയ്യുന്ന യൂണിയൻ പ്രതിനിധികളായിട്ടുള്ള നേതാക്കന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഏത് യൂണിയനിൽപ്പെട്ടവരാണെങ്കിലും യൂണിയനിൽപ്പെട്ട യൂണിയൻ നേതാക്കന്മാർ ഇവർക്ക് അനുകൂലമായി സംസാരിക്കുമ്പോഴത്തേക്ക് പൊതുജനങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന സാഹചര്യം ഒരിക്കൽ പോലും ഇവർക്ക് അനുകൂലമായി മാറുന്നത്. അത് വളരെ ഒരു ഉത്തരവാദിത്തപരത്തോടു കൂടി ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ, അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിയും യൂണിയനിൽപ്പെട്ട ആളായിരിക്കാം. എൻ്റെ അത് എടുത്തു പറയേണ്ടത്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാക്കിയില്ലാതെ ഓടിക്കുന്നു. അദ്ദേഹത്തിന് കൂടി വന്നാൽ നിയമപ്രകാരം 250 രൂപ പെറ്റി അടിക്കാം. 250 അടിച്ചാൽ കേസ് തീരും, സമ്മതിച്ചു. പക്ഷെങ്കിൽ കാക്കി ഇടണം. ഈ രാത്രി സമയങ്ങളിൽ ഒരു അച്ഛനും അമ്മയും ഒരു മക്കളോ അല്ലെങ്കിൽ ഒരു മകനോ മോളോ ആയിട്ട് വരുന്നവരെ എങ്ങനെ വിശ്വസിച്ച് കാക്കി ഇല്ലാത്തൊരു ഓട്ടോ ഡ്രൈവറുടെ കൂടെ കയറും? ഇവർ കയറി കഴിഞ്ഞിട്ട് ഒരു യഥാസ്ഥാനത്ത് ഒരു 3 കിലോമീറ്റർ അപ്പുറം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് 300 രൂപ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? 90 രൂപയുടെ ഓട്ടത്തിന് 300 രൂപ പറഞ്ഞാൽ അവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ അവിടെ കിടന്ന് വഴക്കാവും, പ്രശ്നങ്ങളാവും. അപ്പോൾ അതെല്ലാം വലിയൊരു, എനിക്ക് തോന്നുന്നു 6 മാസം മുമ്പ് ഒളശ്ശേരിലുള്ളൊരു അമ്മയായിട്ട് പോയപ്പോൾ ഇതുപോലെ അധികമായിട്ട് കൂലി മേടിച്ചെന്ന് പറഞ്ഞ് വലിയൊരു വാർത്ത കോട്ടയത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ പത്രങ്ങളിലും വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ബഹുമാനപ്പെട്ട കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SHOയുടെ മുമ്പാകെയും കോട്ടയം RTOയുടെ മുമ്പാകെയും ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കോട്ടയത്തെ പോലീസിനെയും മുഖവിലേക്ക് എടുത്തുകൊണ്ട് എനിക്ക് അവരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവർ ഈ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച അവരിലുള്ള ഘടകം എന്താണോ, ഇനി ഏതെങ്കിലും ആരുടെയെങ്കിലും പിന്തുണയുണ്ടോ, അതോ ഇനി ഞങ്ങളുടെ രീതി ഇതാണ്, ഞങ്ങൾക്ക് കൂലി ഇത്രയും വേണം, അതായത് ഗുണ്ടായിസത്തിന് കൂട്ടു നിൽക്കാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾ തയ്യാറാകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്കുണ്ടായ ഈ ദുരനുഭവം മേലിൽ ഇനി നാളുകളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാനും ഈ വ്യക്തിയെ, അദ്ദേഹത്തോടൊപ്പം എന്നെ, അതായത് എൻ്റെ നേരെ ഗുണ്ടായുസം കാണിക്കാൻ തയ്യാറായ മറ്റു 2 പേരും, ഈ 3 പേരെയും കണ്ടാൽ അറിയാവുന്നവരാണ്, അവരെയും കൂടെ യഥാസ്ഥാനത്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ ഇപ്പം കുറ്റക്കാരനായിട്ട് ചാപ്പ കുത്തണമെന്നൊന്നും അല്ല പറയുന്നത്. ഒരു ബോധവൽക്കരണ ക്ലാസ് ബഹുമാനപ്പെട്ട വെസ്റ്റ് പോലീസ് അധികാരികളുടെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് കോട്ടയം RTO ഓഫീസിൽ നിന്ന് അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇത് നാളെയും ആവർത്തിക്കും. ഇന്ന് എനിക്കുണ്ടായ നാളെ നിങ്ങൾക്കുണ്ടാകാൻ മേലഴിയില്ല. നമ്മൾ ആണുങ്ങളാകുമ്പം പ്രതികരിക്കും, പെണ്ണുങ്ങളാകുമ്പം പ്രതികരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പോസ്റ്റിനടിയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സഹപ്രവർത്തകൻ തന്നെയാണ് കോട്ടയം KSRTCയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോയതിന് 300 രൂപ മേടിച്ചിരിക്കുകയാണ്. 1.5 കിലോമീറ്റർ പോയതിന് 100 രൂപ 150 രൂപ മേടിച്ചാൽ അതിശയമില്ല. 300 രൂപ മേടിച്ചു. അങ്ങനെ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ നിരവധി ആൾക്കാർക്ക് ഈ ദുരനുഭവം ഉണ്ടായ കഥ
വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരക്കാരെ ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ പരസ്യമായിട്ട് മറ്റ് ഓട്ടോക്കാരുടെക്കും കൂടെ അപമാനമാകുന്ന രീതിയിലുള്ളവരെ ഓട്ടോ സ്റ്റാൻഡിൽ കയറ്റരുത്. അത് ബന്ധപ്പെട്ട അധികാരികളും ഇവരൊക്കെ ആഗ്രഹം പോലെ സാധിച്ചെടുക്കാൻ വേണ്ടി പല കാര്യങ്ങൾക്കും നേടിയെടുക്കുന്ന സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും യൂണിയൻകാരാണെങ്കിലും അതിനൊക്കെ ഒരു താക്കീത് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം.